ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ATHUL'S ട്രാവൽ ഫോളിയോ. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് പൊന്മുടിയിലാണ്. സെക്കൻഡ് ലോക്ക്ഡൗണിന് ശേഷം പൊന്മുടി ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഏതാണ്ട് ഒരു 4 ദിവസം ആയിട്ടേ ഉള്ളൂ. അപ്പം ഇവിടെ ഇപ്പോഴത്തെ ടൈമിങ്ങും ക്ലൈമറ്റ് കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ് വ്ളോഗ് ചെയ്തത്. ജസ്റ്റ് എനിക്ക് ഇവിടെ അടുത്ത് വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നൊരു 20 കിലോമീറ്റർ ഇങ്ങോട്ട് കയറിയ പൊന്മുടിയായി. അപ്പോൾ പിന്നെ പൊന്മുടിയും കൂടെ കയറിയിട്ട് പോകാം എന്ന് കരുതി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണാം. കാരണം മുന്നേ ഞാൻ പൊന്മുടി ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. പുതിയ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 8 മുതൽ 4 മണി വരെയാണ്. ഹെയർപിൻ കർവ് എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ചെക്ക് പോസ്റ്റിലാണ് ഈ ഒരു ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം. അപ്പം അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. അതുകൂടാതെ RTPCR അല്ലെങ്കിൽ വാക്സിൻ ഒരു ഡോസെങ്കിലും എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ കാണിക്കണം. സോഫ്റ്റ് കോപ്പി മതിയാവും. അപ്പം അത് കാണിച്ച ശേഷം കയറി മുകളിലേക്ക് പോകാം. പക്ഷേ കഴിവതും ഒരു 4 മണി പറയുന്നുണ്ടെങ്കിലും 3 മണിക്കെങ്കിലും എത്തുന്നതാണ് ബെറ്റർ. കാരണം ഇത് കഴിഞ്ഞ് 22 ഹെയർ പിന്നും കയറി മുകളിൽ ചെന്നിട്ട് കുറച്ചെങ്കിലും ഒന്ന് കണ്ട് എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കെങ്കിലും ഇവിടെ എത്താനായിട്ട് ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നതിനാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പച്ചപ്പുണ്ട്. രണ്ട് മൂന്ന് സ്ഥലത്ത് റോഡ് വർക്ക് ഉള്ളത് കൊണ്ട് ഇതുപോലെ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം പയ്യെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. ടോപ്പ് സ്റ്റേഷനിലെ കഫറ്റേറിയ ഓപ്പൺ അല്ലാത്തത് കൊണ്ട് സ്നാക്സോ വെള്ളമോ ചായയോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാനുള്ള ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഹെയർ പിൻ കർവ് 17 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് പോകുമ്പം വേറെ ഷോപ്പ് ഒന്നുമില്ല. അപ്പം അത് ശ്രദ്ധിച്ചോളുക. വെള്ളം എന്തായാലും ആവശ്യമായിട്ട് വരും. കാരണം അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് വരുമ്പം വെള്ളം ദാഹിക്കും. ഈ പൊന്മുടി പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നവരുടെ ഒരു ഭാഗ്യമേ. കാരണം നല്ല പൊളി ക്ലൈമറ്റും റിസോർട്ട് പോലത്തെ ഒരു ആംബിയൻസും. വന്ന ടൈമിൽ ഏറ്റവും ടോപ്പിലെ വാച്ച് ടവർ വിസിബിൾ ആയിരുന്നു. ഒരു 5 മിനിറ്റ് അങ്ങോട്ട് കഴിഞ്ഞില്ല, അതിനു മുന്നേ കോട കൊണ്ടങ്ങ് മൂടി. അങ്ങനെ അവസാനം നമ്മൾ പൊന്മുടി എത്തി. അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്, കുഴപ്പമില്ല. അങ്ങനെ പറയത്തക്ക രീതിക്ക് മഴയില്ല, പിന്നെ വലിയ തണുപ്പില്ല. ഒരുവിധം ഒരു ആവറേജ് തണുപ്പ്. ഇടയ്ക്കിടയ്ക്ക് കോട വന്ന് ഒരു ഇങ്ങനെ മൂടി പോകുന്നുണ്ട്. ആ സമയത്ത് നല്ല രീതിക്ക് തണുപ്പുണ്ട്. എന്തായാലും നല്ല കാറ്റുണ്ട്. അപ്പോൾ ഈ പറയുന്ന വോയിസൊക്കെ കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്കെന്തായാലും മുന്നോട്ട് പോയി നോക്കാം. ഒരു റൗണ്ട് എടുത്ത് ഇങ്ങനെ വന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് കോട കൊണ്ടങ്ങ് മൂടി. ഇപ്പം നമ്മൾ വാച്ച് ടവറും എല്ലാം കണ്ടത് ഈ സ്ഥലത്താണ്. വാച്ച് ടവറും കാണാനില്ല, ഒന്നും കാണാനില്ല. എല്ലാം കോട കൊണ്ട് പെട്ടെന്നങ്ങ് മൂടി.
സമയം ഒരു 4 മണി കഴിഞ്ഞു കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് കോട ഇറങ്ങി തുടങ്ങുന്നുണ്ട്. നല്ല ആ ഒരു തണുപ്പും ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നേരത്തെ വന്ന ടൈമിൽ അത്ര തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിപ്പം മുകളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ദേ അവിടെ ഒരു ബ്രോ പട്ടം പറപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പോൾ ആ പുള്ളി നിൽക്കുന്ന സ്ഥലം എൻ്റെ ഫേവററ്റ് സ്പോട്ടാണ് കേട്ടോ. പണ്ട് ഒരു 4-5 കൊല്ലമൊക്കെ മുന്നേ ഞാൻ വരുമ്പം അവിടെയാണ് പോയി നിൽക്കാറ്. നല്ല സ്പോട്ടാണ്. കോട കൊണ്ട് ഇങ്ങനെ മൂടി ഒരു വല്ലാത്തൊരു ഫീലാണ്. ഇപ്പോൾ ഇച്ചിരി കോട കുറവാണ്. പൊളി ക്ലൈമറ്റ് കേട്ടോ, ഒന്നും പറയാനില്ല. അവസാനം എൻ്റെ ഫേവററ്റ് സ്പോട്ടിൽ വന്നെത്തി. നമ്മൾ നടന്ന് വന്ന വഴിയാട്ടോ ആ കാണുന്നത്. ഫുള്ള് കോട കൊണ്ട് മൂടിയിട്ട് ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. പൊളി ക്ലൈമറ്റ്, പറയാതിരിക്കാൻ വയ്യ. നമ്മൾ നേരത്തെ അവിടെയാണ് നിന്ന് കേട്ടോ. അവിടെ നിന്നപ്പോൾ ഒന്നും കാണത്തില്ലായിരുന്നു, ഫുള്ള് കോട കൊണ്ട് മൂടിയിരുന്നു. ഇത് കണ്ടോ, ഇപ്പോൾ പെട്ടെന്ന് ക്ലിയർ ആയത്. അടുത്ത കോട വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ആ നേരത്തെ ആദ്യം ഇറങ്ങി വന്ന സ്ഥലം എല്ലാം ക്ലിയറായി. ഇത്രയും നേരം ഒന്നും കാണത്തില്ലായിരുന്നു. വീക്ക് ഡേയ്സ് ആയതുകൊണ്ടാണ് അധികം തിരക്കൊന്നും കാണാത്തത്. വീക്കെൻഡിലാണെങ്കിൽ അത്യാവശ്യം തിരക്ക് കാണാനുള്ളൊരു സാധ്യതയുണ്ട്. ഓൾറെഡി ലേറ്റ് ആയതിനാലും പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം ദാഹം ഉണ്ടായിരുന്നതിനാലും ടോപ്പിലേക്ക് കയറാനായിട്ട് നിന്നില്ല. അപ്പോൾ വരുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് RTPCR അല്ലെങ്കിൽ വാക്സിൻ ഒരു ഡോസെങ്കിലും എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുക. മൊബൈലിൽ വെച്ചിരുന്നാലും മതി. പിന്നെ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ സ്നാക്സ്, വെള്ളം തുടങ്ങിയവ എന്തെങ്കിലും കയ്യിൽ കരുതുക. കാരണം കഫറ്റേറിയ ക്ലോസ്ഡാണ്. സോ വെള്ളം ദാഹിച്ചാലോ ചായ കുടിക്കണമെന്ന് തോന്നിയാലോ ഒന്നും തന്നെ ഇങ്ങ് കയറിക്കഴിഞ്ഞാലായിട്ട് കിട്ടത്തില്ല. അപ്പം അതും ശ്രദ്ധിച്ചോളുക. പിന്നെ ഈ കൊണ്ടുവരുന്ന ആഹാര സാധനങ്ങളും അത് പാക്ക് ചെയ്ത് കൊണ്ടുവരുന്നതും വേസ്റ്റും കാര്യങ്ങളും ഒന്നും ഇവിടെ വലിച്ചെറിയാതിരിക്കുക. അത് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ വരുന്നെങ്കിൽ പിന്നെ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത് കല്ലാർ മീൻമുട്ടി വാട്ടർഫാൾസിൻ്റെ അങ്ങോട്ട് ചെറുതായിട്ട് ട്രക്ക് ചെയ്ത് പോകുന്ന ആ ഒരു സെറ്റപ്പാണ്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യാസമായി ആ ഒരു ടൈമിംഗ് മാത്രമേ ഉള്ളൂ. 8 മണി മുതൽ 4 മണി വരെയാണ് ഇപ്പോഴത്തെ ടൈമിംഗ്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോളുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിലവിലെ സാഹചര്യത്തിൽ എങ്ങും തന്നെ വെള്ളത്തിലിറങ്ങാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.